കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരുന്ന വൃദ്ധനായ ഒരു കർഷകന് ദാഹം അനുഭവപ്പെട്ടു. അയാൾ കുടിനീരിനായി ചുറ്റും നോക്കിയെങ്കിലും എവിടെയും ലഭിച്ചില്ല. ദാഹം വർദ്ധിച്ചു വന്നതിനാൽ അയാൾ വെള്ളം തേടി ദൂരേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാൾ ഒരു ചെറിയ കുളം കണ്ടെത്തി. ദാഹിച്ചു തളർന്ന അയാൾ കുളക്കരയിലിരുന്ന് ധാരാളം വെള്ളം കുടിച്ചു. അതിനുശേഷം തൻ്റെ മുഖം നോക്കാനായി അയാൾ വെള്ളത്തിലേക്ക് കുനിഞ്ഞു. അയാൾ അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ വാർദ്ധക്യമൊക്കെ മാറി അയാൾ ഒരു യുവാവായി തീർന്നിരുന്നു. വലിയ സന്തോഷത്തിൽ അയാൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ അയാളുടെ വൃദ്ധയായ ഭാര്യ അതിശയത്തോടെ അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ ഭർത്താവ് എവിടെ? കർഷകൻ പുഞ്ചിരിയോടെ അന്ന് സംഭവിച്ച കാര്യങ്ങളും ആ കുളത്തിലെ മാന്ത്രിക ജലത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അത്യാഗ്രഹമുദിച്ച അയാളുടെ ഭാര്യ ആ കുളം എവിടെയെന്നും തനിക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്നും അയാളോട് പറഞ്ഞു. കർഷകൻ പറഞ്ഞു, ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം. നീ ഏതായാലും തനിച്ചു പോകണ്ട. പക്ഷേ അയാളുടെ ഭാര്യ അത് ചെവിക്കൊണ്ടില്ല. അവർ പിടിവാശിയിലായിരുന്നു. അവസാനം കുളം എവിടെയാണെന്ന് കർഷകൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. വൃദ്ധയായ ആ സ്ത്രീ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കുറെ അധികം അലഞ്ഞു തിരിഞ്ഞതിനു ശേഷം അവർ കുളം കണ്ടെത്തി. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായി. അവർ ആർത്തിയോടെ കുളക്കരയിലിരുന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് വെള്ളത്തിൽ തൻ്റെ മുഖം കണ്ടപ്പോൾ വാർദ്ധക്യമൊക്കെ മാറി അവൾ ഒരു യുവതിയായി തീർന്നിരുന്നു. പക്ഷേ യുവതിയായ ആനന്ദം അനുഭവിക്കുന്നതിലുപരി അവരുടെ മനസ്സിൽ വീണ്ടും അത്യാഗ്രഹം നിറഞ്ഞു. അല്പം വെള്ളം കുടിച്ചപ്പോൾ ഒരു യുവതിയായി തീർന്നെങ്കിൽ ഇനിയുമേറെ വെള്ളം കുടിച്ചാൽ ഒരു കൊച്ചുകുട്ടിയായി മാറാനും ഇനിയുമേറെക്കാലം സൗന്ദര്യവതിയായി ജീവിക്കാനും കഴിയും എന്നവർ ചിന്തിച്ചു. അങ്ങനെ അത്യാഗ്രഹത്താൽ അന്ധയായ ആ സ്ത്രീ വീണ്ടും വീണ്ടും ധാരാളം വെള്ളം കുടിച്ചു. അങ്ങനെ അവർ തൻ്റെ കൗമാരത്തിലേക്ക് മടങ്ങുകയും വീണ്ടും വെള്ളം കുടിച്ചപ്പോൾ അവർ കേവലം ഒരു ശിശുവായി തീരുകയും ചെയ്തു. ഭയന്ന് വെള്ളം കുടി നിർത്താൻ ആഗ്രഹിച്ചെങ്കിലും അപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. അവർ അത്രമാത്രം ചെറുതായി കുളത്തിലെ വെള്ളത്തിൽ അപ്രത്യക്ഷയായി. കുളം അവരെ വിഴുങ്ങിയതുപോലെ. ഇതേ സമയം കർഷകൻ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മടങ്ങി വരാത്ത തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് കുളക്കരയിലെത്തി. അവിടെ അയാൾക്ക് അവരുടെ വസ്ത്രങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. തൻ്റെ ഭാര്യയുടെ അത്യാഗ്രഹമാണ് എല്ലാ വിപത്തിനും കാരണമായത് എന്ന് മനസ്സിലാക്കി അയാൾ ഏകനായി വീട്ടിലേക്ക് മടങ്ങി.